മുനമ്പം കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 17ലേക്ക് മാറ്റി. മുനമ്പം നിവാസികളായ 5 പേർ പുതിയതായി ഹർജി നൽകുകയും ചെയ്തു. വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഈ ഹർജി നൽകിയത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഹീദ്, ഇന്ന് ഈ കേസിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അരിയ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് കണ്ട് ഏറ്റെടുത്ത വഖഫ് ബോർഡിനെ നടപടി റദ്ദാക്കണമെന്ന് കാണിച്ചുകൊണ്ട് കോഴിക്കോട് ഫറൂഖ് കോളേജ് നൽകിയ ഹർജിയാണ്. ആ ഹർജിയിൽ വാദം കേൾക്കുന്നതാണ് അടുത്ത മാസം 17ലേക്ക് വഖഫ് ട്രിബ്യൂണൽ മാറ്റിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, 5 ഹർജികൾ ഇപ്പോൾ പുതുതായി ട്രിബ്യൂണലിന് മുമ്പാകെ വന്നിരിക്കുകയാണ്. അതായത് മുനമ്പൻ നിവാസികളായ 5 പേർ തങ്ങൾക്ക് മുൻകൂർ നോട്ടീസ് നൽകാതെയോ അതുമായി ബന്ധപ്പെട്ട ആക്ഷേപം അറിയിക്കാൻ അവസരം നൽകാതെയോ ആണ് വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ ഈ നടപടി റദ്ദാക്കണമെന്നും അത് നിയമവിരുദ്ധമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ട്രിബ്യൂണലിന് മുമ്പാകെ എത്തിയിരിക്കുന്നത്. ഈ ഹർജി ഉൾപ്പെടെയുള്ള കാര്യം സ്വീകരിക്കണമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇനി അടുത്ത മാസം 17-ന് കേസ് പരിഗണിക്കുമ്പോൾ ചർച്ച ചെയ്യും. അതിൽ വിചാരണവാദം നടക്കും. ഒപ്പം തന്നെ ഈ വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി നേരത്തെ ട്രിബ്യൂണൽ തള്ളിയിരുന്നു. കേസിൽ കക്ഷിയേരാൻ നൽകിയ അപേക്ഷ തള്ളിയിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ വേദി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഹർജിയിലും വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മാസം 17ലേക്ക് നടക്കും. രാജൻ തട്ടിലായിരുന്നു വഖഫ് ബോർഡ് ട്രിബ്യൂണലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മാസം 19-ന് അദ്ദേഹം സ്ഥലം മാറിപ്പോയി. പുതിയ ട്രിബ്യൂണൽ ജഡ്ജ് അധികാരമേറ്റ് ആദ്യമായാണ് മുനമ്പം കേസ് ഇന്ന് പരിഗണിക്കുന്നത്. അപ്പോഴാണ് ഇത് മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ശരി ഷഹീദ്.